ദുബായിലെ ദുരനുഭവം 18ാമത്തെ വയസ്സിലാണ് മിസ് കേരള എന്ന നിലയിൽ ഞാൻ ആദ്യമായി വിദേശ ഷോകൾക്ക് പോകുന്നത്. തുടക്കത്തിൽ വലിയ താരങ്ങൾക്കൊപ്പം വളരെ മാന്യമായ അനുഭവങ്ങളായിരുന്നു ലഭിച്ചത്. എന്നാൽ പിന്നീട് ദുബായിൽ വെച്ച് കാര്യങ്ങൾ മാറിമറിഞ്ഞു. ഷോയുടെ സ്പോൺസർമാരിൽ ഒരാൾ എന്നെ ലഞ്ചിന് വിളിക്കുകയും വിലപിടിപ്പുള്ള മൊബൈൽ ഫോൺ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. എൻ്റെ പക്വതയില്ലായ്മ കൊണ്ട് ആദ്യം ലഞ്ചിന് പോയെങ്കിലും ആ വാഗ്ദാനം നിരസിച്ച് ഞാൻ മടങ്ങി. ഷോ കഴിഞ്ഞ ദിവസം രാത്രി ഡിന്നർ എന്ന് പറഞ്ഞ് സംഘാടകർ ഞങ്ങളെ 1.5 മണിക്കൂറോളം ദൂരെയുള്ളൊരു ഉൾപ്രദേശത്തേക്ക് കൊണ്ടുപോയി. അവിടെ മദ്യപാനവും മറ്റ് അനാവശ്യ കാര്യങ്ങളുമാണ് നടന്നിരുന്നത്. കടുത്ത അപകടം തിരിച്ചറിഞ്ഞ ഞാൻ കൂടെയുള്ള വലിയ താരങ്ങൾക്ക് പോലും കഴിയാതിരുന്ന സമയത്ത് ശക്തമായി പ്രതികരിക്കുകയും ബഹളമുണ്ടാക്കി അവിടെ നിന്നും എല്ലാവരെയും രക്ഷിച്ചു കൊണ്ടുവരികയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം കണ്ണൂരിൽ ഒരു വെഡ്ഡിംഗ് പരസ്യത്തിന്റെ ചിത്രീകരണത്തിനായി പോയപ്പോഴും സമാന അനുഭവമുണ്ടായി. ഷൂട്ടിങ്ങിന് ശേഷം പണം നൽകാൻ വന്ന കോർഡിനേറ്റർ രാത്രി അവിടെ തങ്ങുന്നത് കരാറിന്റെ ഭാഗമാണെന്ന് എന്നോട് പറഞ്ഞു. ഇത് കേട്ട് പ്രകോപിതയായ ഞാൻ അയാളെ മുറിക്ക് പുറത്താക്കി. തുടർന്ന് എൻ്റെ ഡ്രൈവർ ആഷിഖിനെയും കൂട്ടി അയാളെ ഹോട്ടലിന് പുറത്തു വച്ച് പരസ്യമായി ചോദ്യം ചെയ്തു. അയാൾക്ക് ഭാര്യയും മക്കളും ഉണ്ടെന്നറിഞ്ഞിട്ടും ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ അയാളെയും വണ്ടിയിൽ കയറ്റി അയാളുടെ വീട്ടിലേക്ക് തിരിച്ചു. വഴി നീളെ ഞാൻ അയാൾക്ക് കടുത്ത ഭാഷയിൽ താക്കീത് നൽകി. അയാളുടെ വീട്ടിലെത്തിയപ്പോൾ അവിടുത്തെ കുടുംബാംഗങ്ങളുടെ സ്നേഹത്തോടെയുള്ള പെരുമാറ്റവും കണ്ടപ്പോൾ എനിക്ക് അയാളോട് കടുത്ത അറപ്പാണ് തോന്നിയത്. പുറമെ മാന്യമായി നടക്കുന്ന എല്ലാവരും രഹസ്യമായി സ്ത്രീകളോട് വൃത്തികെട്ട രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന ഇത്തരം മനുഷ്യർ സമൂഹത്തിലുണ്ട്. ഒരു കുടുംബം തകർക്കണ്ട എന്ന് കരുതി അയാളെ കർശനമായി താക്കീത് ചെയ്ത് നൽകിയാണ് ഞാൻ അന്ന് മടങ്ങിയത്. സമൂഹത്തിൻ്റെ മുൻവിധികളും വ്യാജ പ്രചാരണങ്ങളും ഒരു സ്ത്രീ സ്വന്തം കാലിൽ നിൽക്കുന്നതും കരിയറിൽ വിജയിക്കുന്നതും ഇവിടുത്തെ സമൂഹത്തിന് പെട്ടെന്ന് അംഗീകരിക്കാൻ സാധിക്കില്ല. കിടക്ക പങ്കിട്ടാണ് സ്ത്രീകൾ പണമുണ്ടാക്കുന്നതെന്ന വളരെ വില കുറഞ്ഞ ആരോപണങ്ങൾ ഇവർ എളുപ്പത്തിൽ ഉന്നയിക്കും. എൻ്റെ ബോയ് ഫ്രണ്ടിനൊപ്പം ഒരു പാർട്ടിയിൽ ഞാൻ ടെക്കീല ഷോട്ട് കഴിക്കുന്ന ഫോട്ടോ ആരോ രഹസ്യമായി പകർത്തി വലിയ വാർത്തയാക്കി. പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്ക് പാർട്ടികളിൽ ആസ്വദിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അതിനുശേഷം എൻ്റെ പേരിൽ വ്യാജമായി ഒരു വീഡിയോ പ്രചരിക്കപ്പെട്ടു. ആ വീഡിയോയിലെ പെൺകുട്ടി ഞാനായിരുന്നില്ല. ഇത്തരം വ്യാജ പ്രചാരണങ്ങൾ നടപ്പിലാക്കാൻ സമൂഹത്തിന് വലിയ താല്പര്യമാണ്. സഹപ്രവർത്തകരിൽ നിന്നും മോശം അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ നല്ലൊരു സുഹൃത്തായിരുന്ന ഒരു നടൻ ഒരിക്കൽ ഷർട്ടില്ലാത്തൊരു ചിത്രം എനിക്ക് അയച്ചു തരികയും തിരിച്ച് അത്തരം ഫോട്ടോ ആവശ്യപ്പെടുകയും ചെയ്തു. ഞാൻ അയാളോട് ശക്തമായി പ്രതികരിച്ചു. സംഗീത ലോകത്തെ പ്രശസ്തനായ ഒരാൾ എന്നോട് കിടക്ക പങ്കിടാൻ ആവശ്യപ്പെട്ടു. എല്ലാ വാതിലുകളും മുട്ടും, താല്പര്യമുള്ളവർ തുറക്കുമെന്നായിരുന്നു അയാളുടെ ന്യായം. പെർമിഷൻ തരാത്തവരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ഞാൻ കർശനമായി മറുപടി നൽകി. ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കുമ്പോൾ പ്രതിഫലത്തിനൊപ്പം മറ്റു ചില ആവശ്യങ്ങൾ കൂടി ഉന്നയിക്കുന്ന കോർഡിനേറ്റർമാരുണ്ട്. അവരെയും ഞാൻ കൃത്യമായി വിലക്കിയിട്ടുണ്ട്. എൻ്റെ 15ാമത്തെ വയസ്സിൽ മോഡലിംഗ് തുടങ്ങിയതാണ്. ഇപ്പോൾ 44 വയസ്സിലെത്തി നിൽക്കുന്ന എൻ്റെ കരിയറിലെ മോശം അനുഭവങ്ങൾ ഇതൊക്കെയാണ്. സൈബർ ആക്രമണങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഒരു ഘട്ടം മാത്രമായിരുന്നു. അത് എന്നെ തളർത്തിയിട്ടില്ല. ഇത്തരം ചൂഷണങ്ങൾ വിനോദ മേഖലയിൽ മാത്രമല്ല, IT മേഖലയിൽ ഉൾപ്പെടെ, ഉദാഹരണത്തിന് ടെക്നോ പാർക്കിലും നടക്കുന്നുണ്ട്. പ്രതികരിക്കാൻ കഴിയാത്ത പല പെൺകുട്ടികളും വലിയ പ്രതിസന്ധികൾ നേരിടുന്നുണ്ടാകാം. എനിക്കിന്ന് സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന ബഹുമാനവും അംഗീകാരവും എൻ്റെ വർഷങ്ങളായുള്ള കഠിനാധ്വാനത്തിൻ്റെയും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടങ്ങളുടെയും ഫലമാണ്.